ഇവിടെ ചെറിയ പീസ്. അതെ. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ്, ഇവിടെ 1.5 ഗ്യാപ്പ്, ഇവിടെ ഒരു 1.5 ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ, ഈ ഗ്യാപ്പ്. ആ ആ അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് വയ്ക്കുമ്പോഴും 1.5 വെക്കുന്നത് എവിടുന്നാ വെക്കേണ്ടത്? ഇവിടെ നമ്മൾ എക്സ്ട്രാ പീസ് കൊടുക്കുന്നല്ലോ, ആ അത് കൂട്ടി തന്നെ വെക്കേണ്ടത് അവിടുന്ന് ഇവിടുന്നായിട്ട് വെക്കുക. അതായത് ഈ ജോയിന്റിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് 1.5 വെക്കുക. 1.5 വെക്കണം. ഓക്കെ. ആ ജോയിന്റിന്റെ ഇവിടെ ഈ ജോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് 1.5. അപ്പൊ ഓക്കെ, അങ്ങനെ വരുമ്പോ മനസ്സിലായി. ഇങ്ങനെ വെക്കുമ്പോ കേട്ടോ, 2 ഭാഗം ആ ഒരേപോലെ ഉണ്ടാവും. ആ ഇങ്ങനെ വെച്ച് മനസ്സിലായി. കഴിഞ്ഞാൽ 2 ഭാഗം. അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് ഈ പ്ലേറ്റ് നമുക്ക് ഈ കാണുന്ന പ്ലേറ്റ് ഉണ്ട്, ഇതൊക്കെ ഒരേപോലെ ഉം. വരെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു ഗ്യാപ്പ് എന്നുള്ളത് നമുക്ക് ചെറുതാക്കി വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഇത്രയും ആ ഗ്യാപ്പ് നമുക്ക് അടുത്തടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് കൊടുക്കും. അപ്പൊ പ്ലേറ്റ് ഒന്നുകൂടി ഓക്കെ. കൂടുന്നുള്ളൂ. അപ്പൊ ഉം. അത് മാത്രല്ല, ഇപ്പൊ ഇതില് ഒരു സാരിയിൽ നമുക്ക് 32 ആണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ തുണി മതി. ഞാൻ ഉം. പറഞ്ഞല്ലോ, അന്നേരം ആരോ സംശയം പറഞ്ഞു, തുണി തികഞ്ഞില്ല സംശയം പറഞ്ഞു. അപ്പൊ ഈ 32 അളവൊക്കെ അത് മതി കേട്ടോ. പിന്നെ പാന്റിന്റെ കട്ടിങ് നമുക്ക് ഞാനിന്നൊന്ന് ഏകദേശം എന്റെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കട്ടിങ്ങിലേക്ക് ഒന്ന് പോവുകയും ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, പിന്നെ ഉള്ള പീസുകൾ പാന്റ് വീണ്ടും നിങ്ങൾ തയ്ക്കണം. വീണ്ടും തയ്ച്ചതിന് ഗ്രൂപ്പിലിട്ട് ഡെയിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തയ്ക്കുക. പഴയ സാരികളൊക്കെ മതി. നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരു സാരി ഇതിനായിട്ട് എടുത്തിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് മുതലാവില്ല. കാര്യം അത്രയും നമുക്ക് എക്സ്പെൻസ് കൂടുതലോ. അത് ചെയ്യണ്ട. ഉം. പഴയ പിന്നെ നിങ്ങളെ തുണികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വല്ല കോട്ടൺ തുണിയോ അതൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാരി എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും എന്തെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന നമുക്ക് പൊടിയിട്ട് അയച്ചാൽ മതി കേട്ടോ. ഉം. ഓക്കെ, ഇതിൽ വേറെ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ ആ ഒരെണ്ണം തയ്ച്ചിട്ട് എനിക്കത് ഓക്കെ ആന്ന് തോന്നി. ഞാൻ അടുത്തതും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതന്നെ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് തമിഴിൽ നിന്ന് പറഞ്ഞു കൊടുത്തു, പുള്ളിക്കാരി മനസ്സിലാവേണ്ടെന്നുണ്ട്. ഹലോ, ഓക്കെ. തമിഴിലെ சொல்லட்டுமா? കേക്കുതാ? ഹലോ, ഗംഗോദരി ഇല്ലേ അടുത്ത്? പുള്ളിക്കാരി ഇല്ലാന്ന് തോന്നുന്നു, കണ്ടല്ലോ. ഹലോ, ഇപ്പോ പിന്നെ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെന്നറിയില്ല. പുള്ളിക്കാരി ഉണ്ടല്ലോ, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹലോ, കേക്കുതാ உங்களுக்கு? സൗണ്ട് എന്താ പ്രോബ്ലം ഉണ്ട്? നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാ, ഞാന് പിന്നെ നമ്മുടെ പാന്റിന്റെ ഒരു ഭാഗം ഞാൻ കട്ടിങ്ങിന്റെ ഭാഗം കാണിച്ചു തരാം. ഞാൻ പാറ്റേൺ കാണിച്ചു തരാം. ഓക്കെ, സെയിം സൈസ് തന്നെയാണ്, അതല്ലെങ്കിൽ വേറെ സൈസില്? വേറെ സൈസില. അല്ല, അത് സൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പാറ്റേൺ കാണിച്ചു തരാം. ഞാൻ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, അത് മനസ്സിലാക്കി തരാം. പിന്നെ നിങ്ങൾക്ക് വേറെ സൈസിലാണെങ്കിൽ അതിൽ ഡെവലപ്പ് ചെയ്യാം. ഞാനിപ്പോ അന്ന് അളവ് വന്നല്ലോ, അളവ് വന്നൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട് സർ. അത് വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് നോക്കാം. അതിപ്പോ ലൂസൊക്കെ നമുക്ക് വരുന്നത് ഒരു പിന്നെ പീസിന്റെ അനുസരിച്ച് നമുക്ക് 1/2 ഇഞ്ച് 1 ഇഞ്ച് കൂട്ടി കൊടുത്താൽ മതി. അത്ര മാറ്റം വരുന്നുള്ളൂ. അത് ഹലോ ஹலோ கேக்குதுங்களா சார்? ஹலோ வணக்கம். வணக்கம் வாங்க. நான் இப்போ உங்ககிட்ட கேட்டேன் வந்து, இப்போ மலையாளத்துல கொஞ்சம் சொல்லி கொடுத்துருக்கேன். இப்போ வந்து அந்த ஃபால்ட் இப்போ நீங்க தச்சு விட்டுருக்கீங்கல்ல அந்த பீஸ். ஆமா, அதுல வந்து இது நீங்க ஃபர்ஸ்ட் அந்த இது இருக்குல்ல பார்டர். ஆமாங்க சார். பார்டர் வந்து நீங்க இந்த கீழே இருந்தே வச்சிருந்தீங்க, இங்க இருந்தே வச்சிருந்தீங்க மொத்தமா. ஆமாங்க சார். இங்க இருந்து ஒரு 4 இன்ச் கேப்ல தான் வச்சிருந்தீங்க. அப்போ இந்த அப்போ வந்து நம்ம நீங்க கொலுசு அது வரும்ல, கொலுசு வரும்ல, கொலுசு வரும்போது சலங்க, சலங்க வரும்போது பிரச்சனை. அப்ப வந்து இந்த நீட்டு அதுன்னு இருக்கும். அதனால அப்ப வந்து 4 இன்ச் கேப்ல தைக்கணும். அதுக்கப்புறம் வேற என்ன சொன்னேன்னா இந்த ப்ளீட் அந்த அந்த மேலங்க சார், அந்த மடிப்பு அது எனக்கு ஒரு கன்ஃபியூஸ் ஆயிருச்சு. இந்த மேல இது இல்ல இந்த மடிப்பு வந்து இதுப்போ மடிப்பு வந்து இது பெருசா இருக்கும், சின்னதா போடலாம், பிரச்சனை இல்லை. இது வந்து பாக்குறது ஓகேங்க சார், ஒரே மாதிரி வேணும். ஓகேங்க சார். அதுக்கப்புறம் உங்க பீஸும் வந்து இங்க ஒரு ஃபால்ட் எக்ஸ்ட்ரா வச்ச மாதிரி இப்போ தெரிஞ்சு, அதை எப்படி நீங்க வெளியே தைச்சீங்களா எப்படி? அது உங்க பீஸ்
ஆமாங்க சார். இந்த 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 வருடத்துல ஃபர்ஸ்ட் வர்ற பீஸ் வந்து நான் இப்படி வச்சுட்டேங்க சார். இந்த ஆ அப்படி இல்ல அந்த பீஸ் வந்து 3 சேர்த்து தான் வைக்கணும். ஆ அதுக்கப்புறம் நீங்க இந்த பெரிய பீஸ் ஒரு ஸ்ட்ரைட் பீஸ் வரும்ல, ஆ அது அந்த ஸ்ட்ரைட் நமக்கு தெரியாது. நமக்கு அந்த பீஸ் வச்சவங்க தெரியாது, தைச்சு பிறகு நமக்கு தெரியாது. அது நீங்க ஓ அந்த வீடியோ பாத்துக்கோங்க. ஓகேங்க அந்த சார். வீடியோ அந்த வீடியோ உங்கள்கிட்ட இருக்குல்ல, அது பாருங்க. எனக்கு கட்டிங் கொஞ்சம் கன்ஃபியூஸ் ஆயிடுச்சுங்க சார். கட்டிங் வந்து நான் போய் சொல்லி கொடுக்குறேன் உங்களுக்கு. ஓகேங்க சார். எனக்கு கட்டிங் தான் கொஞ்சம் கன்ஃபியூஸ் ஆயிடுச்சு. ஓகேங்க சார். ஓகே கட்டிங் இப்போ சொல்லி கொடுக்குறேன். ஓகே, நாங்க அதே இப்படி மாதிரி அந்த தச்சு இப்படி பிராக்டிஸ் பண்ணிடுறேங்க சார். ஓகே தச்சுட்டே பண்ணுங்க. அப்போ அந்த இது மடிப்பு வந்து நீங்க கரெக்டா செஞ்சிருக்கணும். அந்த இதுல கொஞ்சம் மடிப்பு அவங்க கரெக்டா தெரியல. 2 சைடு தைச்சிருக்கீங்க, இந்த சைடு இந்த உள்ளே தைச்சிருக்கீங்கல்ல. ஆமாங்க சார். நான் உள்ள தச்சிருக்கேங்க சார். ஓகே. அப்ப 2 சைடும் தைக்கணும். ஓகேங்க சார். பார்த்தோன்னே அப்படியே தைக்க மாதிரி பார்த்து. ஓகே ஓகேங்க சார். அந்த கட்டிங் வந்து அந்த பேட்டர்ன் வந்து சொல்லி கொடுக்குறேன். ஓகே ஓகேங்க சார். സാറേ ഹലോ சொல்லுங்க சார். ഇടയ്ക്ക് പിന്നെ സൗണ്ട് വേറെ ആരാണ് ഇടയ്ക്ക് ആരാ സംസാരിച്ചിട്ടോ പറയൂ. ഹലോ സാറേ, ആ 4-4 എടുക്കുന്നത് ആ അറ്റത്ത് നിന്നാണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ പീസിന്റെ കഴിഞ്ഞിട്ടുള്ളതാണോ എടുക്കേണ്ടത്? ആ സൺപ്ലീറ്റ് വരുന്നില്ലേ? അത് പിന്നെ നമുക്ക് ഈ പീസ് അല്ലേ പറയണത്, ഇതല്ലേ? മുകൾ ഭാഗത്ത് അതെ, ഈ പീസ് വരുന്നത് ആ പീസ് നമ്മള് ഇവിടെ 2 കാര്യം എടുത്തത്, മുകളില് 2 കാര്യം അല്ലേ? അതല്ല പീസ് കട്ട് സാറേ, ചെയ്ത് ആ റൗണ്ട് ഇവിടെ മേലെ വെക്കുന്നില്ലേ? മേലെ ഈ റൗണ്ടാണ്. അത് 4-4യും 4 എടുക്കുന്നത് ഇങ്ങേ അറ്റം മുതലാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് നമ്മൾ ഇപ്പൊ 4-4 പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ പീസ് അടിച്ച് മറിച്ചിട്ടില്ല. അതിന് മുമ്പ് ഇതിപ്പോ നമ്മൾ ആ പീസ് അടിച്ച് ഉള്ളിലേക്ക് മറിച്ചില്ല. അതിന് മുമ്പ് ഇവിടെ 4.5 ഇവിടെ 4 ഇങ്ങനെ അറ്റം മുതൽ എടുക്കണം അല്ലേ? അതെ, അറ്റം മുതൽ. ഓക്കെ. അത് ഏകദേശം കണക്ക് തന്നെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. അതിലിപ്പോ വേരിയേഷൻ വന്നാലൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അത് നമ്മൾ ഏകദേശം ആവുക തന്നെയാണത്. വലിയതായിട്ട് അത് കംപ്ലീറ്റ് ഒന്നും ആയില്ല, അത് സ്ക്വയർ പോലെ വന്നത്. സ്ക്വയർ പോലെ ഇല്ല. നിങ്ങൾ റൗണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്താൽ മതി. ഒരു റൗണ്ട് മാർക്ക് ചെയ്ത ശേഷം അടിച്ചിങ്ങനെ മറച്ചാൽ മതി. ഇപ്പൊ ഞാൻ സ്റ്റിച്ചിങ് കാണാത്ത മാതിരി അടിച്ചുള്ളൂ. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കാണുന്ന ദിവസം അടിക്കാം, അത് താല്പര്യങ്ങള്. അതിങ്ങനെ വേണം ചെയ്യുന്നു, അതൊന്നും കുഴപ്പമൊന്നുള്ള കാര്യമില്ല. നമുക്കത് കാണുമ്പോൾ നമ്മൾ വൃത്തി വേണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് അതിനും ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ആ പാറ്റേൺ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പൊങ്കൽ ഇല്ലടേ, പൊങ്കൽ കാണുന്നുണ്ടല്ലോ. ഹലോ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. ഓക്കെ, ഇപ്പൊ ഞാൻ വെച്ച പാറ്റേൺ വെട്ടിച്ചാണ് കേട്ടോ. പാറ്റേൺ വെട്ടിച്ചാണ്. ഇത് നമ്മളെ അളവ് തന്നെയാണ്. സാർ കുറച്ച് സാറിന്റെ വലത്തെ സൈഡിലേക്ക് ഒന്ന് നീക്കി വെക്കോ, ഈ അറ്റം കാണുന്നില്ല. ഇപ്പൊ കാണുമല്ലോ. ഓക്കെ ഓക്കെ, ഇത് 32 അളവ്. 32. ഓക്കെ 32 അളവ്. അപ്പൊ ഞാനത് വെട്ടി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കാണുന്നത് ശരിക്കും. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ അളവില് ഇതിൽ മാറ്റം വെക്കുന്നെങ്കില് 32 അളവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ഒരു ഇതില് ഞാനിപ്പോ പ്ലാൻ ചെയ്യാം. ഞാൻ ബുക്ക് എടുത്തിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് എഴുതിയേക്കാൻ പറ്റും.